ഓരോരുത്തരെയും ആ മുറിഞ്ഞ കരങ്ങളിൽ ഏൽപ്പിക്കാം. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, സ്ത്രീ പ്രസവിക്കുമ്പോൾ തൻ്റെ നാഴിക വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ട്. കുഞ്ഞിനെ പ്രസവിച്ച ശേഷമോ ഒരു മനുഷ്യൻ ലോകത്തിലേക്ക് പിറന്നിരിക്കുന്ന സന്തോഷം നിമിത്തം അവൾ തൻ്റെ കഷ്ടം പിന്നെ ഓർക്കുന്നില്ല. എൻ്റെ പ്രിയരെ, നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങളെ, കഷ്ടതകളെ മാറ്റി അതിന് പകരമല്ല ദൈവം സന്തോഷം നൽകുന്നത്. വചനം പഠിപ്പിക്കുകയാ, നിന്റെ ദുഃഖത്തെ, നിന്റെ വിലാപത്തെ, നിന്റെ സങ്കടത്തെ സന്തോഷമാക്കി മാറ്റും. കാത്തിരിക്കുക. സ്ത്രീക്ക് വേദന വരുത്തിയ കുഞ്ഞ് തന്നെയാണ് സ്ത്രീയെ സന്തോഷവതിയാക്കി മാറ്റിയത്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ പ്രശ്നങ്ങളുടെ മേൽ. ഹല്ലേലൂയ. അല്പം ക്ഷമയോടെ നമ്മൾ കാത്തിരിക്കുക ദൈവത്തിൻ്റെ നാഴികയ്ക്കായിട്ട്. ക്രിസ്തീയ ജീവിത യാത്രയിൽ, നമ്മുടെ ഈ മോക്ഷയാത്രയിൽ പലപ്പോഴും, ഒരുപക്ഷെ എല്ലാ ദിവസവും നാം ചെയ്യേണ്ട, ദൈവമക്കളാകുന്ന നാം ചെയ്യേണ്ട പല കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കോഴ്സ് കറക്ഷൻ എന്നുള്ളത്. ദിശ ശരിയാണോ എന്ന് ഉറപ്പുവരുത്തുക. ഞാൻ സഞ്ചരിക്കുന്ന ദിശ, ഞാൻ നടക്കുന്ന പാത ശരിയാണോ, അതോ ഞാൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ വഴുതിപ്പോയിട്ടുണ്ടോ? പണ്ട് കാലത്ത് കപ്പൽ യാത്രയിൽ, ഇന്നത്തെ ആധുനിക ടെക്നോളജി ഒന്നും ഇല്ലാത്ത സമയത്ത്, കപ്പിത്താന്മാർ എല്ലാ ദിവസവും രാവിലെ അവരുടെ ടൈം ടേബിളിൽ ആദ്യത്തെ ഒരു കാര്യം ആ കപ്പലിന്റെ ദിശ ശരിയാണോ. അന്ന് വടക്ക് നോക്കി യന്ത്രമൊക്കെ വെച്ചായിരിക്കും അവർ ദിശ നോക്കിയിരുന്നത്. കാരണം കാറ്റിലും കോളിലും തിരമാലകളിലും പെട്ട് കപ്പലിന്റെ ദിശ മാറിപ്പോകാം. ദിശ മാറിപ്പോയാൽ ഉദ്ദേശിച്ച സ്ഥലത്തെത്തില്ല. അങ്ങനെയെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിൽ എത്രത്തോളം ആവശ്യമുള്ളൊരു കാര്യമാണ് നാം എല്ലാ ദിവസവും, ഒരുപക്ഷെ പ്രഭാതത്തിൽ അല്ലെങ്കിൽ നാം ഉറങ്ങുവാൻ, വിശ്രമിപ്പാൻ പോകുന്നതിന് മുൻപ് അല്പനേരം ഇരുന്ന്, കർത്താവേ, ഇന്ന് പ്രഭാതം മുതൽ ഈ നിമിഷം വരെയുള്ള എൻ്റെ ആ നടത്തം, എൻ്റെ ദിവസം അവിടുത്തെ ഹിതപ്രകാരമായിരുന്നോ, വചന അടിസ്ഥാനത്തിലായിരുന്നോ, എൻ്റെ കർത്താവിനെ സന്തോഷിപ്പിച്ചോ ഞാൻ എൻ്റെ ജീവിതം കൊണ്ട്? ഹല്ലേലൂയ. ഈ ഉപവാസ ദിവസങ്ങൾ നമ്മെ ഒന്ന് പരിശോധിപ്പാനായിട്ട് സഹായിക്കട്ടെ. ഞാൻ 1-2 ചോദ്യങ്ങൾ ചോദിച്ച് തുടങ്ങുവാൻ ആഗ്രഹിക്കുകയാണ്. നാം തന്നെ ഒരല്പസമയം എടുത്ത് നമ്മോട് തന്നെ ഒന്ന് ചോദിക്കണേ. ഞാൻ സഭായോഗങ്ങൾ, പ്രാർത്ഥനാ കൂട്ടായ്മകൾ മുടങ്ങാതെ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണോ? നാം തന്നെ ചോദിക്കുക. എനിക്ക് റെഗുലർ ആയിട്ടൊരു പേഴ്സണൽ പ്രെയർ ഉള്ള ഒരു വ്യക്തിയാണോ? ഞാൻ റെഗുലറായിട്ട് വചനം വായിക്കുകയും വചനം ധ്യാനിക്കുകയും വചനം പഠിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണോ? ഉപവസിക്കുന്ന ഒരു വ്യക്തിയാണോ? സഭയുടെ പ്രവർത്തനങ്ങൾക്കായി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണോ? കൃത്യമായി ദശാംശം നൽകുന്ന ഒരു വ്യക്തിയാണോ? ഇതിന്റെയൊക്കെ ആൻസർ അതെ എന്നാണെങ്കിൽ ഒരുപക്ഷെ നാം ചിന്തിച്ചേക്കാം, ഞാൻ ആത്മീകമായിട്ട് റിച്ചാ, ഞാൻ ആത്മീകമായിട്ട് ഹെൽത്തിയാ, ഞാൻ ആത്മീകമായിട്ട് ആരോഗ്യവാനാ. എന്നെ കാണുന്ന എൻ്റെ ചുറ്റുമുള്ളവരും ചിന്തിച്ചേക്കാം നമ്മളെ കുറിച്ച്, ഇവൻ ആത്മീകനാ, അല്ലെങ്കിൽ ഈ വ്യക്തി ആത്മീകനാ. ഞാനെന്ന് നമ്മോട് സ്വയവിചിന്തനത്തിനായി ചോദിക്കുകയാണ്, ഞാൻ ശരിക്കും ആത്മീയനാണോ? Am I really or truly spiritual? അതെന്താ ബ്രദറെ അങ്ങനെ ചോദിച്ചേ? കാരണം നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവിന്റെ പഠിപ്പീരിൽ താൻ 2 ധനവാന്മാരെ കുറിച്ച് പറയുകയാണ്. ധനികരെന്ന് തോന്നിപ്പിക്കുന്ന 2 ഗ്രൂപ്പ് ഓഫ് റിച്ച് പീപ്പിൾ. ധനികരെന്ന് തോന്നിപ്പിക്കുന്നവർ.
ഒന്നാമത്തെ ആളെ കാണുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 19-ാം വാക്യം മുതലാ. ഈ വ്യക്തി ഭൗതികമായി റിച്ചാണ്, മെറ്റീരിയലി റിച്ചാണ്. ധനവാന്റെയും ലാസറിന്റെയും ഉപമയിൽ കാണുന്ന ധനവാൻ. ലോകം അവനെ നോക്കി പറഞ്ഞു, അവൻ അനുഗ്രഹീതൻ, ഹി ഈസ് ബ്ലെസ്ഡ്. കാരണം ലോകത്തിന്റെ കാഴ്ചപ്പാട് അങ്ങനെയാണല്ലോ. ഭൗതികമായി അനുഗ്രഹിക്കപ്പെട്ടവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ എന്നല്ലേ. ലോകം അവനെ നോക്കി പറഞ്ഞു ഹി ഈസ് ബ്ലെസ്ഡ്. എന്നാൽ കർത്താവ് അവനെ നോക്കി പറയുകയാ, ഇവൻ ആത്മീകമായിട്ട് ദരിദ്രനാണ്. കഥ നമുക്കറിയാമല്ലോ. ഹി ഈസ് സ്പിരിച്വലി പൂർ. അവൻ പോവർട്ടിയില്ല. എന്റെ പ്രിയരെ, സാമ്പത്തികമായി ഭൗതികമായിട്ടുള്ള റിച്ച്നെസ് കർത്താവിന്റെ ദൃഷ്ടിയിൽ കർത്താവ് നോക്കുമ്പോൾ അവനെ ഒരു റിച്ചായിട്ടല്ല കർത്താവ് കരുതുന്നത്. അവനെ നോക്കി പറയുകയാ, അവൻ സ്പിരിച്വലി അവൻ പൂറാണ്. നാം ചിന്തിച്ചോണേ, എന്നെ നോക്കി കർത്താവ് എന്താ പറയുന്നത്? രണ്ടാമത്തെ കാറ്റഗറി ആരാന്നറിയോ? അതവിടെ നിൽക്കട്ടെ. ഒന്നാമത്തെ കാറ്റഗറി നിൽക്കട്ടെ. രണ്ടാമത്തെ കാറ്റഗറി, ഞാൻ ഈ രണ്ടാമത്തെ കാറ്റഗറിയെ കുറിച്ചാണ് ഒരു അല്പം ഒന്ന് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇത് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 14 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ ലവോദിക്യ സഭയോടുള്ള ദൂതാണ് ആ ഭാഗത്ത് നാം കാണുന്നത്. ഇവിടെ ഒരു ധനികരുടെ കൂട്ടമുണ്ട്. ഈ കൂട്ടരെന്താ പറയുന്നതെന്നറിയാവോ? ഞങ്ങൾ ഭൗതികമായി റിച്ച് എന്നല്ല, ഞങ്ങൾ ആത്മീകമായി റിച്ചാണ്. ഞങ്ങളെല്ലാം തികഞ്ഞവരാ. വി നീഡ് ഓഫ് നത്തിങ്. ഞങ്ങൾക്ക് ഒന്നിന്റെ ആവശ്യമില്ല, ഞങ്ങൾ തികഞ്ഞവരാ. ഇവരെ കാണുന്നവരും പറഞ്ഞു, ശരിയാ, അവരാ. 3-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം നോക്കിയാലോ. ഞാൻ ധനവാൻ, സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല. ഇതാ അവരുടെ ആറ്റിറ്റ്യൂഡ്. പക്ഷെ അവരെ നോക്കി കർത്താവ് പറഞ്ഞത് എന്താ? അവരെ നോക്കി കർത്താവ് പറയുകയാ, നീ നിർഭാഗ്യനാ, നീ അരിഷ്ടനാ, നീ ദരിദ്രനും കുരുടനും നഗ്നനുമാണ്. അതുകൊണ്ട് ഞാൻ നിന്നെ എന്തു ചെയ്യുന്ന പറഞ്ഞത്. 16-ാം വാക്യത്തിൽ പറയുകയാ, ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാനാകയാൽ നിന്നെ എന്റെ വായിൽ നിന്ന് ഞാൻ ഉമിണ്ണുകളയും. ഐ വിൽ സ്പിറ്റ് യു ഔട്ട് ഓഫ് മൈ മൗത്ത്. ഞാൻ നിന്നെ തുപ്പിക്കളയും. എന്റെ പ്രിയരെ, ഇന്ന് വന്നിരിക്കുന്നവരെ ആരെയും വിധിപ്പാനായിട്ട് പറഞ്ഞതല്ല കേട്ടോ ഞാൻ. പക്ഷെ ഞാൻ മറിച്ച് നാം മനസ്സിലാക്കണം, നമ്മുടെ എതിരാളി അവൻ കൊടും ചതിയന, അവൻ ഉപായിയ. He's a deceiver. He can bring deception at any point of our life. നമ്മുടെ ജീവിതത്തിന്റെ ഏത് സമയത്തും അവൻ നമ്മില് ആ ഡിസെപ്ഷൻ കൊണ്ടുവരാം. അതുകൊണ്ട് നാം വളരെ ജാഗരൂകരായിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾക്ക് എപ്പോഴും ഒരു കോഴ്സ് കറക്ഷൻ ആവശ്യമാണ്. നമ്മളെപ്പോഴും ജീവിതത്തിൽ ഞാൻ കൃത്യമായ ആ വഴിയിൽ തന്നെയാണോ പോകുന്നത് നാം ചിന്തിച്ചോണം. കാരണം അനേകർ തുടങ്ങി പട്ടുപോയ ഒരു ഓട്ടക്കളത്തിലാ ഞാനും നമ്മൾ ഓരോരുത്തരും. ഹല്ലേലൂയ. ബ്രദറെ, ഞാൻ ആത്മീകമായി നന്നായി പോവുകയായിരുന്നു. അറ്റ് സം പോയിന്റ് എന്റെ ഉള്ളിൽ ഒരു ചിന്ത വന്നു, ഞാൻ ഓക്കെ ആണെന്ന്, ഞാൻ സ്പിരിച്വലി ബെറ്ററാ. ഈ ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ പരീശന്റെയും ചുങ്കക്കാരന്റെയും ഉപമ കാണുന്നില്ലേ? അവിടെ പരീശൻ എന്താ പറഞ്ഞത്? അവൻ തന്നോട് തന്നെ എന്ന് പ്രാർത്ഥിക്കുക. ഇവിടെ ശരിക്കും ഈ പരീശൻ എന്താ പറ്റിയത്? അവൻ മുകളിലേക്ക് നോക്കേണ്ടതിന് പകരം ഇടത്തോട്ടും വലത്തോട്ടും നോക്കി, അല്ലേ?
അവൻ ശരിക്കും എങ്ങോട്ടായിരുന്നു നോക്കേണ്ടത്? മുകളിലേക്ക് നോക്കണമായിരുന്നു, പരിശുദ്ധനായ ദൈവത്തിങ്കിലേക്ക് നോക്കണമായിരുന്നു. അവൻ ഇടത്തോട്ടും വലത്തോട്ടും നോക്കിയിട്ട് പറയുക, ഞാൻ ഇവനെ പോലെയോ ഞാൻ അവനെ പോലെയോ അല്ല. നാം നമ്മെ തന്നെ കമ്പയർ ചെയ്തു, മറ്റുള്ളവനുമായി കമ്പയർ ചെയ്തു, നോക്കിയപ്പോ ഞാൻ ബെറ്ററാ. ഇത് പിശാചിന്റെ ഒരു ഉപായമാണ്. ഞാനിത് പറയുന്നത് എന്നെ കേൾക്കുന്നവരെല്ലാവരും നിത്യതയിൽ കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. ആരും കൈവിടപ്പെട്ടു പോകരുത്. ഹല്ലേലൂയ. എല്ലാവരും നിത്യതയിൽ. കാരണം എൻ്റെ പ്രിയരെ, ഈ ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും. ദൈവേഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും നിലനിൽക്കും. ഏറിയ 70-80 അവിടം കൊണ്ട് ഇവിടെ ഉള്ളവരൊക്കെ തീരുമ്പോ അവിടെയാ നമ്മുടെ തുടക്കം തുടങ്ങുന്നത്, അല്ലേ? അങ്ങനെയല്ലേ? അവിടെയല്ലേ നമ്മൾ തുടങ്ങുന്നത്. ഹല്ലേലൂയ. പിന്നെ ഒരു നിത്യതയാ, ഒരു നിത്യതയാ. ഹല്ലേലൂയ. ഈ പരീക്ഷ പറയും, ഞാൻ അവനെ പോലെയല്ല. അതിന്റെ ബ്രദറെ, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡൊന്നും എനിക്ക് ഇല്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, സഭായോഗത്തിന്റെ പ്രാർത്ഥനയ്ക്ക് കൃത്യസമയത്ത് വരാത്ത ഒരു വ്യക്തിയെ കണ്ടിട്ട് അവൻ എല്ലാ ദിവസവും ഒന്നും കൃത്യസമയത്ത് പ്രാർത്ഥനയ്ക്ക് വരാറില്ല, വന്നാൽ തന്നെ ഇരുന്നുറങ്ങുകയെ, പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ കൃത്യമായിട്ട് പ്രാർത്ഥിക്കാനും അറിയില്ല, എത്ര നാളായി? വാട്ട് ഡസ് ഇറ്റ് മീൻ? എന്താ അതിന്റെ അർത്ഥം? ഞാൻ അവനേക്കാൾ ബെറ്ററാ അല്ലേ? എൻ്റെ പ്രിയരെ, നാം നമ്മെ നടത്തുന്ന, നമ്മെ വിളിച്ച, അതിക്രമത്താലും പാപത്താലും മരിച്ചിരുന്ന നമ്മെ, ജീവനില്ലാതിരുന്ന അവസ്ഥയിലിരുന്ന നമ്മെ വിളിച്ച് നമ്മെ ദൈവമക്കളാക്കിയ ദൈവത്തിന്റെ സന്നിധിയിൽ വരുമ്പോൾ നാം ആ അതിപരിശുദ്ധനായ ദൈവത്തെങ്കിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ആറ്റിറ്റ്യൂഡ് എന്നാന്ന് നമ്മുടെ കർത്താവ് മലയിലെ പ്രസംഗത്തിൽ മത്തായിയുടെ സുവിശേഷം 5:3 പറയുന്നു, ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ. ആരാ ബ്ലെസ്ഡ്? ലോകം നോക്കുമ്പോ ധനവാൻ, അവൻ ബ്ലെസ്ഡാ. കർത്താവ് പറയുക, ആത്മാവിൽ ദാരിദ്ര്യമുള്ളവൻ ഭാഗ്യവാൻ. ഈ ഒരു ആറ്റിറ്റ്യൂഡ് അൺടിൽ അവർ ലാസ്റ്റ് ബ്രെത്ത്, നമ്മുടെ അവസാന ശ്വാസം വരെ ഉണ്ടായിരിക്കണം. എനിക്ക് ദൈവത്തെ കൂടാതെ എവറി മൊമെന്റ്, എൻ്റെ ജീവിതത്തിന്റെ എല്ലാ നിമിഷവും എനിക്ക് ദൈവം, എൻ്റെ കർത്താവ് എനിക്ക് ആവശ്യമാണ്. ആ ഒരു ദാരിദ്ര്യം ഫീൽ ചെയ്യണം. ലവോദിക്ക സഭയ്ക്ക് എന്താ പറ്റിയത്? അവര് പറഞ്ഞു, ഞാൻ എനിക്ക് ഒന്നിന്റെയും കുറവില്ല, ഞാൻ തികഞ്ഞവനാ. ഹല്ലേലൂയ. അവനെ നോക്കി കർത്താവ് പറയുക, അവൻ അരിഷ്ടനാ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ബ്രദറെ, ഇതെങ്ങനെയാണ് ഞാൻ എൻ്റെ ഈ സ്പിരിച്വൽ എക്സർസൈസുകളൊക്കെ, അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ബ്രദറെ, ഞാൻ കറക്റ്റായ ആ കർത്താവിന്റെ കാഴ്ചപ്പാടിലുള്ള ആ റിച്ച്നെസ് എൻ്റെ ജീവിതത്തിലുണ്ടോ? എനിക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഞാൻ ആ കറക്റ്റ് വേയിലാണോ? ഞാൻ പല കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ചെയ്യുന്നുണ്ട്, പക്ഷെ ഇതെല്ലാം കർത്താവ് നോക്കുമ്പോൾ കർത്താവിന് പ്രിയം വരുന്ന നിലയിലാണോ ഞാൻ ചെയ്യുന്നതെന്ന് എനിക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ബ്രദറെ? ഹല്ലേലൂയ. അതറിയണമെങ്കിൽ പ്രിയരെ, നമ്മുടെ ഉള്ളങ്ങളിലേക്ക് നാം നോക്കണം, എൻ്റെ ഹൃദയങ്ങളിലേക്ക് നോക്കണം. നമ്മുടെ ഉള്ളില് ഒന്നാമതായി കർത്താവിനോടുള്ള ഒരു എരിവും സ്നേഹവും ഉണ്ടോ? നാം ഈ ചെയ്യുന്നതൊക്കെ കർത്താവിനോടുള്ള ആ എരിവിൽ നിന്നും ആ സ്നേഹത്തിൽ നിന്നുമാണോ? നാം വിചിന്തനം ചെയ്യണം. ഞാൻ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എനിക്കൊരു ട്രൂ സീൽ അല്ലെങ്കിൽ ശരിയായ ഒരു എരിവും സ്നേഹവും ഉണ്ടോ? രണ്ടാമത്, എൻ്റെ ഉള്ളിൽ ഒരു പോസിറ്റീവ് മോട്ടീവ്, എന്നെ പ്രചോദിപ്പിക്കുന്ന, എന്നെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താ? എന്നെ പല കാര്യങ്ങൾ ചെയ്യുവാനായിട്ട്, ആത്മീയമായ പല കാര്യങ്ങൾ ചെയ്യുവാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താ? നാം ഉറപ്പുവരുത്തണം. ഹല്ലേലൂയ. ലവോദിക്കയിലെ സഭ അവര്
they were neither hot nor cold. അവര് ശീതോഷ്ണവാന്മാരായിരുന്നു. അവർക്ക് ഒരെരിവുമില്ല, സ്നേഹവും ഇല്ലായിരുന്നു. പക്ഷെ ബ്രദറെ, ഞാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, എനിക്ക് ഇനിയും അധികം കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്. പക്ഷെ നാം ചിന്തിച്ച് നോക്കുമ്പോൾ എൻ്റെ പ്രിയരെ, ഈ ആഗ്രഹമൊക്കെ ഒരു ഉപരിവിപ്ലവമായ ആഗ്രഹമാണോ, അതോ ഒരു ഇമോഷണൽ എന്തൂസിയാസമാണോ ഇതിൻ്റെയൊക്കെ പിറകിൽ? വൈകാരികമായിട്ടുള്ള ഒരു ആഗ്രഹം, അതാണോ അതിന്റെ പുറകിൽ കിടക്കുന്നത്? നാം ചിന്തിച്ചു നോക്കണം. ഞാൻ എങ്ങനെ ഇത് മനസ്സിലാക്കുക ബ്രദറെ? ഇതെന്റെ ഉള്ളിൽ ഞാൻ ഈ ചെയ്യുന്നതൊക്കെ ആ ഒരു ട്രൂ എരിവിൽ നിന്നും, ആ ഒരു ട്രൂ സ്നേഹത്തിൽ നിന്നുമാണോ, അതോ ഞാൻ ഇമോഷണൽ ആയിട്ട് അങ്ങ് ചെയ്യുകയാണോ എന്ന് എനിക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ക്രിസ്തു യേശുവിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ശരിയായ എരിവും ശരിയായ സ്നേഹവും നമ്മുടെ ഉള്ളിൽ ജനിക്കുന്നത് നമുക്ക് തോന്നുന്നത് ചെയ്യുമ്പോഴല്ല, നമ്മുടെ ഉള്ളിൽ വന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തികളോട് നാം റെസ്പോണ്ട് ചെയ്യുമ്പോഴാണ്. ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുമ്പോൾ ആ ആത്മാവിനോട് ഞാൻ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, എങ്ങനെ പ്രതികരിക്കുന്നു? കാരണം നാം ദൈവത്തിന്റെ ആത്മാവിനോട് പ്രതികരിച്ചു തുടങ്ങുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളില് ഉറപ്പുകൾ തരും, സ്ട്രോങ് കൺവിക്ഷൻസ് തരും. ഈ ഉറപ്പുകളിന്മേലാണ് ഞാൻ ചെയ്യുന്നെങ്കിൽ, എൻ്റെ ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ ഉള്ളങ്ങളിൽ തരുന്ന ഉറപ്പുകളിന്മേലാണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ, ഞാൻ ഒരിക്കലും ഡിസീവ്ഡ് ആയി പോകില്ല, ഞാൻ ഒരിക്കലും ഡിസ്കറേജ്ഡ് ആവില്ല. എന്റെ ജീവിതത്തിൽ എന്ത് വന്നോട്ടെ, എനിക്ക് ഉറപ്പുണ്ട്, എനിക്കൊരു പ്രത്യാശയുണ്ട്. ഇതെന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് തരുന്ന ഉറപ്പാ. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസിന്റെ ഉറപ്പ് നമുക്ക് റോമാലേഖനത്തിൽ വായിച്ചിട്ടില്ലേ? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. അതെനിക്ക് അപ്പോസ്തലന് ലഭിച്ച ഉറപ്പാ. ആ ഉറപ്പിന്മേൽ അപ്പോസ്തലൻ നിൽക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം 12-ാം വാക്യത്തിൽ വായിക്കുകയാണ്. 1 കൊരിന്ത്യൻസ് 6:12 സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ട്, എങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല. സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട്, എങ്കിലും ഞാൻ യാതൊന്നിനും അധീനനാവുകയില്ല. അപ്പോസ്തലന്റെ ഉറപ്പാത്. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം അതിന്റെ 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഫിലിപ്പി ലേഖനം 3-ന്റെ-7-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു യേശു നിമിത്തം ഛേദമെന്നെണ്ണിയിരിക്കുന്നു. അപ്പോസ്തലന്റെ ഉറപ്പാ. ഹല്ലേലൂയ. റോമാലേഖനം 36 മുതലുള്ള വാക്യങ്ങൾ നാം നോക്കുമ്പോൾ, 8-ാം അധ്യായത്തിന്റെ 36 മുതലുള്ള വാക്യങ്ങളിൽ പറയുക, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ ആര് വേർപെടുത്തും? Who can separate me? കഷ്ടതയോ, ഉപദ്രവമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? ഹല്ലേലൂയ. ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഈ ഉറപ്പിന്മേലാ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തന്റെ സുവിശേഷ ഘോഷണം, സുവിശേഷ യാത്രകളും സകലതും ചെയ്ത്. ഹല്ലേലൂയ. ഈ ഉറപ്പുള്ളവർക്കുണ്ടല്ലോ പ്രിയരെ, ഈ ഉറപ്പുള്ളവർ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അവർ തളർന്നു പോകത്തില്ല. തളർന്നു പോകുന്നുണ്ടോ? ഉറപ്പില്ല. നമ്മൾ ചെയ്തതൊന്നും ഈ ഉറപ്പിന്മേലായിരുന്നില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളങ്ങളിൽ തന്ന സ്ട്രോങ് കൺവിക്ഷനിന്മേലായിരുന്നില്ല. മൈ ഗാഡ് ഈസ് ഇൻ കൺട്രോൾ. ഉറപ്പുണ്ടോ?
എൻ്റെ ദൈവം സകലവും നന്മയ്ക്കായി എനിക്ക് ചെയ്യുന്നു. മൈ ഗാഡ് ഈസ് ഇൻ കൺട്രോൾ. അങ്ങനെയെങ്കിൽ ഒരു ബുദ്ധിമുട്ടിന്റെ അവസരം വരട്ടെ, നോ പ്രോബ്ലം. എൻ്റെ കർത്താവ് അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും നടക്കത്തില്ലെന്നേ ഉറപ്പ് വേണം. അങ്ങനെയാണെങ്കിൽ ആ സ്നേഹത്തിലാണ് നമ്മൾ നിൽക്കുന്നത്, ആ എരിവിലാണ് നിൽക്കുന്നത്. മറ്റുള്ളവരെങ്ങനെ വേണമെങ്കിലും വിധിച്ചോട്ടെ, പക്ഷെ എനിക്ക് ഉറപ്പാ എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ നന്മയല്ലാതെ ഒന്നും ചെയ്യത്തില്ല എന്ന്. ഈ ഉറപ്പ് നമുക്കുണ്ടാണ്. ഈ ഉപവാസ പ്രാർത്ഥനയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ, ഈ ദിവസങ്ങളിൽ നാം ആയിരിക്കുമ്പോൾ ഈ ഉറപ്പ് നമ്മൾ പ്രാപിക്കണം. ഹല്ലേലൂയ. അവര് ഉറച്ചു നിൽക്കും. അവരിങ്ങനെ കാറ്റ് താടുന്ന ഞങ്ങളുടെ പോലെ ആയിരിക്കില്ല, അവർ ഉറച്ചു നിൽക്കും. എൻ്റെ പ്രിയപ്പെട്ട, നമുക്ക് ഈ ഒരു ഉറപ്പ്, അവരാണ് അവർക്ക് പിശാചിന് അവരെ തളർത്തിക്കളയാനോ, പിശാചിന് അവരെ ചതിപ്പാനോ, പിശാചിന് അവരെ ഡിസ്കറേജ്ഡ് ആക്കാനോ പറ്റില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം അവനറിയാം എൻ്റെ മോക്ഷയാത്രയില്, എൻ്റെ നിത്യതയ്ക്ക് ഈ ലോകത്തിലെ ഒരു പ്രശ്നവും തടസ്സമാകത്തില്ല. ഹല്ലേലൂയ. എൻ്റെ വിളിച്ചവൻ വിശ്വസ്തനാ, അവൻ വാക്കുമാറാത്തവനാ. അവൻ എന്നെ അങ്ങ് എത്തിക്കൂ എന്ന് പറഞ്ഞാ എത്തിച്ചിരിക്കും. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഉറപ്പുണ്ടോ? വെറുതെ പറയാനല്ല, ഉറപ്പുണ്ടാവണം. ഈ ഉറപ്പുള്ളവൻ, ഈ കൺവിക്ഷൻ ഉള്ളവന്റെ ജീവിതം കണ്ടാൽ അറിയാം. ഹല്ലേലൂയ. രണ്ടാമത്തേത് ഒരു മോട്ടിവേഷൻ. എനിക്ക് ഈ നിലയിലുള്ള കാര്യങ്ങൾ, ഈ ആത്മീക കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ എൻ്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന പ്രചോദനം എന്താ? ഹല്ലേലൂയ. കാരണം നമ്മുടെ പുറമേ ഉള്ള പ്രവർത്തികളെ ശരിയാണോ തെറ്റാണോ എന്ന് വിധിക്കുന്നത് അകമേ എന്ത് വ്യാപരിക്കുന്നതു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. കാരണം വിധിക്കുന്നത് മനുഷ്യനല്ലല്ലോ, ദൈവമല്ലേ. ദൈവം അകത്തോട്ട് നോക്കിയിട്ടാ വിധിക്കുന്നത്, അല്ലേ? പുറമേ മനുഷ്യൻ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, പുറമേ ഒരുപക്ഷെ ചീത്തയാന്ന് പറയാം, ചിലവേ ഒരുപക്ഷെ നല്ലവനാന്ന് പറയാം, പക്ഷെ ദൈവം അകത്തോട്ട് നോക്കിയിട്ട്, അഗ്നിജ്വാലയ്ക്കൊത്ത് കണ്ണുള്ളവൻ, ഹല്ലേലൂയ, അവൻ അകത്തോട്ട് നോക്കുമ്പോൾ അവൻ ചെയ്യുന്ന, ഇവൻ അല്ലെങ്കിൽ ഇവൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ പിറകിൽ വ്യാപരിക്കുന്ന ഡ്രൈവ് എന്നതാ. എൻ്റെ പ്രാർത്ഥനയും ഉപവാസവും ഭജനധ്യാനവും സകല കാര്യങ്ങളും ഒക്കെ നിർബന്ധത്താലാണോ, മറ്റുള്ളവരെ കാണിക്കാനാണോ, അല്ലെങ്കിൽ അവരെന്ത് പറയും എന്ന ഭയത്താലാണോ? ഹല്ലേലൂയ. നാം ചിന്തിക്കണം, എന്താ ഇതിന്റെ പിറകിൽ വ്യാപരിക്കുന്നത്? കറക്റ്റായിട്ടുള്ള പ്രചോദനമാണെങ്കിൽ, സത്യത്തോടുള്ള സ്നേഹം കൊണ്ടാണെങ്കിൽ, ദൈവത്തോടുള്ള സ്നേഹം കൊണ്ടാണെങ്കിൽ, സഹോദരൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നുള്ള സ്നേഹം കൊണ്ടാണെങ്കിൽ പ്രചോദനം കറക്റ്റാ, മോട്ടിവേഷൻ കറക്റ്റാ. എന്റെ ഉള്ളങ്ങളെ സത്യത്തെ പുൽകാൻ, സത്യത്തോട് ചേർന്ന് നിൽപ്പാനുള്ള ആഗ്രഹമാണോ ഞാൻ ഈ ചെയ്യുന്നതിൻ്റെയൊക്കെ പിറകിൽ വ്യാപരിക്കുന്നത്? എനിക്ക് ദൈവത്തോടുള്ള സ്നേഹമാണോ ഇതിന്റെ പിറകിൽ വ്യാപരിക്കുന്നത്? എന്നെ കാണുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഒരു സഹോദരൻ, അല്ലെങ്കിൽ കൂട്ടുവിശ്വാസി, അല്ലെങ്കിൽ ഒരു അവിശ്വാസി, അവൻ ഏത് വിധേനയും സ്വർഗത്തിലെത്തണം എന്ന ട്രൂ ഡിസയർ ആണോ അതിന്റെ പുറകിൽ വ്യാപരിക്കുന്നത്? ദൈവത്തിനറിയാം. മനുഷ്യർക്ക് ഒരുപക്ഷെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെന്ന് വരാം. അതുകൊണ്ടല്ലേ പറഞ്ഞത്, മനുഷ്യൻ നോക്കിയപ്പോ ഇവൻ റിച്ചാ, ദൈവം നോക്കിയിട്ട് പറയാ ഇവൻ അരിഷ്ടൻ. പരീശന്മാരെ കുറിച്ച് പറഞ്ഞത്, പരീശന്മാർ പറഞ്ഞു ഞങ്ങളാണ് ഈ യഹൂദ മതത്തിന്റെ ആത്മീയതയുടെ കാവലാളന്മാർ. വി ആർ ദ സ്പിരിച്വൽ ലീഡേഴ്സ്. പാവപ്പെട്ട അവരെ കണ്ട ജനവും വിചാരിച്ചു ഇവരാ കറക്റ്റ്. ദൈവം നോക്കിയിട്ട് പറയാ നിങ്ങൾക്ക് ആ കഷ്ടം. ഹല്ലേലൂയ. എന്റെ പ്രിയരെ, നമുക്ക് അപ്പസ്തോലനായ വിശുദ്ധ പൗലോസിലേക്ക് നോക്കിയാലോ? ഹല്ലേലൂയ. 3-ാം അധ്യായം, ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 14-ാം വാക്യത്തിൽ അപ്പസ്തോലനായ വിശുദ്ധ പൗലോസ് പറയുകയാണ്. ഫിലിപ്പിയ ലേഖനം 3:14, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിനെ ആഞ്ഞും കൊണ്ട്
ക്രിസ്തു യേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. അപ്പോസ്തലൻ പറയുകയാ, ദിസ് വൺ തിങ് ഐ ഡു. അതെങ്ങനെയാ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസേ അങ്ങ് ഒരു കാര്യം ചെയ്യുന്നു എന്ന് പറയുന്നത് ശരിയാവുന്നത്? അങ്ങയുടെ ജീവിതത്തേക്ക് നോക്കിയാൽ അപ്പോസ്തല പ്രവർത്തികളൊക്കെ നാം വായിക്കുമ്പോൾ അങ്ങ് ഒന്നല്ല, 100 അല്ല, 1000 കാര്യങ്ങൾ ചെയ്തല്ലോ. പക്ഷെ അപ്പോസ്തലൻ പറയുക, ഞാൻ ചെയ്യുന്നു, നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കുവിൻ, നിങ്ങളും എന്റെ അനുകാരി അല്ലെ. അതിന്റെ 17-ാം വാക്യത്തിൽ പറയുന്നില്ലേ, സഹോദരന്മാരെ നിങ്ങൾ എല്ലാവരും എന്നെ അനുകരിക്കുവിൻ എന്ന് വെച്ചാൽ ഞാൻ കർത്താവിനെ അനുഗമിച്ചതുപോലെ നിങ്ങളും എന്നെ അനുഗമിക്കുവിൻ, നിങ്ങളും കർത്താവിനെ അനുഗമിക്കുവിൻ. ഹല്ലേലൂയ. അപ്പോസ്തലൻ പറയുക, ഞാൻ ഒന്ന് മാത്രം ചെയ്യുന്നു. നമ്മൾ അപ്പോസ്തലന്റെ ജീവിതത്തിലോട്ടൊന്ന് നോക്കിയാല് അപ്പോസ്തലൻ ഒരു കാര്യമാണോ ചെയ്തത്? അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായത്തിൽ ദമസ്കോസിന്റെ വടിവാതിൽക്കൽ വെച്ച് സൂര്യനെ വെല്ലുന്ന ഒരു പ്രകാശത്താൽ ഒരു അപ്പോസ്തലന് ഒരു എൻകൗണ്ടർ ഉണ്ടായി. അപ്പോസ്തലന്റെ ജീവിതം തന്നെ മാറ്റി. You became a busy evangelist. ഒരു തിരക്കുള്ള സുവിശേഷകനായി. 9:19 നാം വായിക്കുക. 9-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തികൾ 9:19 തന്നെ നാം വായിക്കുന്നുണ്ട്. അപ്പോസ്തലൻ പറയുക, അവൻ ദമസ്കോസിലുള്ള ശിഷ്യന്മാരോട് കൂടെ കുറെ നാൾ പാർത്തു, യേശു തന്നെ ദൈവപുത്രൻ എന്ന് പള്ളികളിൽ പ്രസംഗിച്ചു. 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അന്ത്യോക്യയിലെ സഭ അപ്പോസ്തലനെ കൈവയ്പ് ശുശ്രൂഷയിലൂടെ ദൈവാത്മ നിയോഗം അറിയിച്ച് അയക്കുകയും അപ്പോസ്തലൻ 3 മിഷണറി യാത്രകൾ ചെയ്തല്ലേ? അന്ത്യോക്യ, ഇക്കോന്യ, ലുസ്ത്ര, യൂറോപ്പ്, ഫിലിപ്പി, തെസ്സലോനിക്ക. പോകാത്ത സ്ഥലങ്ങളില്ല. തെരുക്കളിൽ നിന്ന്, ചന്തസ്ഥലത്ത്, പള്ളികളില് ഒക്കെ നിന്ന് പ്രസംഗിച്ച അപ്പോസ്തലൻ ഒരു ട്രൂ ബിസി ഇവാഞ്ചലിസ്റ്റ് ആയിരുന്നു സെയിന്റ് പോൾ ദി അപ്പോസ്റ്റൽ. ഹി വാസ് എ ചർച്ച് പ്ലാന്റർ അല്ലേ, ഒരു സഭാ സ്ഥാപകനുമായിരുന്നു അപ്പോസ്തലൻ. കൊറിന്ത്യയിലെ സഭയോട് പറയുന്നത്, കൊറിന്ത്യരോട് പറയുക, ഒരുപാട് ഗുരുക്കൾ നിങ്ങൾക്കുണ്ടാകാം, എന്നാൽ ഞാനാണ് നിങ്ങളെ ക്രിസ്തു യേശുവിൽ ജനിപ്പിച്ചത്, ഞാൻ നിങ്ങൾക്ക് പിതൃതുല്യനാണ്. ഒരു നല്ല സഭാ ശുശ്രൂഷകനായിരുന്നു, ഒരു നല്ല ഉപദേഷ്ടാവായിരുന്നു, ഒരു നല്ല മെന്റർ ആയിരുന്നു, എ ഫ്രണ്ട് മേക്കർ ആയിരുന്നു, ഒരു എഴുത്തുകാരനായിരുന്നു അല്ലെ. 13 ലേഖനങ്ങൾ, 13 പുസ്തകങ്ങൾ നമുക്ക് എഴുതിയില്ലേ പുതിയ നിയമസഭയ്ക്ക്. ഒരു പ്രശ്ന പരിഹാരകനായിരുന്നു, എ സോഷ്യൽ വർക്കർ. ഹല്ലേലൂയ. ധനശേഖരണമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് യെരൂശലേമിലെ സഭയ്ക്ക് വേണ്ടിയിട്ട്. കൂടാതെ ഒരു സെക്കൻഡ് ലൈൻ ഓഫ് ലീഡേഴ്സിനെ ഉയർത്തി വളർത്തിക്കൊണ്ടുവന്ന ഒരു അപ്പോസ്തലനായിരുന്നു. ഒരു അത്ഭുത പ്രവർത്തകൻ, പ്രാർത്ഥനാ മനുഷ്യൻ, പ്രസംഗകൻ, അപ്പോസ്തലൻ. എന്തൊക്കെ കാര്യമാ അപ്പോസ്തലൻ ചെയ്തത്! ഇത്രയും കാര്യം ചെയ്ത അപ്പോസ്തലനായ പൗലോസ് പറയുക, ഒന്ന് ഞാൻ ചെയ്യുന്നു. അപ്പൊ അത് ഇമ്പോർട്ടന്റ് അല്ലേ എന്റെ പ്രിയരെ? നമ്മൾ അറിഞ്ഞിരിക്കേണ്ട എന്താ അപ്പോസ്തലൻ ഈ ചെയ്യുന്ന ഒരു കാര്യം. 14-ാം വാക്യത്തിൽ പറയുക, ഒന്നു ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്കൊടുന്നു. ഹല്ലേലൂയ. അപ്പോസ്തലൻ പറയുക, ഞാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടേ, അതിൻ്റെയൊക്കെ നടുവിൽ എനിക്ക് ഒരു ലക്ഷ്യമുണ്ട്, എനിക്കൊരു ലാക്കുണ്ട്. ഡു വി ഹാവ്? നമുക്കുണ്ടോ? എന്റെ ജീവിതത്തിന് ഒരു മെയിനായ ഒരു ഗോൾ ഉണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സബ് ഗോൾസാ. ഇന്ന് പലപ്പോഴും മെയിൻ ഗോൾ വിട്ട് സബ് ഗോളിലേക്ക് ആൾക്കാര് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോസ്തലൻ എന്തൊക്കെ കാര്യം ചെയ്യുന്നു ഞാൻ ചെറുതായിട്ട് ഇപ്പൊ സൂചിപ്പിച്ചല്ലോ. ഇതെല്ലാം അപ്പോസ്തലൻ പറയും ഇതൊക്കെ സബ് ഗോളാ. അപ്പോസ്തലനെ ആ ഒരു മെയിൻ ഗോൾ എന്താ അങ്ങയുടെ ജീവിതത്തിലെ? എന്താണ് ആ ലാക്ക്? ഫിലിപ്പിയ ലേഖനം 1:21 വാക്യത്തിൽ നാം വായിക്കുക,
എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും. ഇതാണ് എൻ്റെ ഗോൾ. ഇതാണ് ആ ഒരു കാര്യം, ക്രിസ്തു. ഹല്ലേലൂയ. ക്രിസ്തുവാണ് മെയിൻ. എൻ്റെ പ്രിയരെ, നമ്മളും നമുക്ക് ദൈവം തന്നിരിക്കുന്ന സ്ഥലങ്ങളിൽ ജോലിയോടുള്ള ബന്ധത്തിലും ഭവനത്തിലും മക്കളോടുള്ള ബന്ധത്തിലും അപ്പനമ്മയോടുള്ള ബന്ധത്തിലും സുഹൃത്ത് ബന്ധത്തിലും, ഹല്ലേലൂയ, ഈ ലോകത്തിൽ നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുന്നു. ഇതിൻ്റെയൊക്കെ നടുവിൽ അപ്പസ്തോലനായ വിശുദ്ധ പൗലോസ് പറയുന്നത് പോലെ, ഇതൊക്കെ ഞാൻ ചെയ്യുന്നു എങ്കിലും ഐ ഓൾസോ ഡു വൺ തിങ് ഇൻ മൈ ലൈഫ്. അങ്ങനെയാണെങ്കിൽ കറക്റ്റ് ട്രാക്കിലാ പ്രിയരെ. അതാണ് മെയിൻ ഗോളെങ്കിലുണ്ടല്ലോ, നമ്മുടെ ജീവിതത്തിന്റെ ഏത് മേഖലകളിൽ നാം എന്ത് ചെയ്താലും അതെല്ലാം കറക്റ്റ് ആയിരിക്കും. ഒരു ഡീറെയിൽ ഉണ്ടാവത്തില്ല, ഒരിക്കലും നാം ട്രാക്ക് തെറ്റത്തില്ല. ഈ മെയിൻ ഗോൾ വിട്ടിട്ട് സബ് ഗോൾ മെയിൻ ഗോൾ ആക്കുമ്പോഴാ പ്രശ്നം പറ്റുന്നത്. എനിക്ക് ജീവിച്ചാലും മരിച്ചാലും ക്രിസ്തു. ഇതാ അപ്പസ്തോലന്റെ ആറ്റിറ്റ്യൂഡ്. അപ്പസ്തോലൻ പറയുക, എനിക്ക് ക്രിസ്തുവിനെ പോലെ ആവണം, അവൻ എന്നിൽ മഹത്വപ്പെടണം. ഇതാണ് അപ്പസ്തോലനായ വിശുദ്ധ പൗലോസിന്റെ ആഗ്രഹം. നമ്മുടെ ആഗ്രഹമോ? ഞാൻ എന്ത് ചെയ്താലും ക്രിസ്തു എന്നിൽ മഹത്വപ്പെടണം. അപ്പസ്തോലനെ അങ്ങ് എന്തിനാ മിഷണറി യാത്രകൾ ചെയ്തത്? ക്രിസ്തുവിന് വേണ്ടി. അങ്ങ് എന്തിനാ സഭകൾ സ്ഥാപിച്ചത്? ക്രിസ്തുവിന് വേണ്ടി. അങ്ങ് എന്തിനാ മെന്ററിംഗ് നടത്തിയത്? ക്രിസ്തുവിന് വേണ്ടി. എന്തിനാ ലേഖനം എഴുതിയത്? ക്രിസ്തുവിന്. എന്തിനാ അത്ഭുത പ്രവർത്തികൾ ചെയ്തത്? ക്രിസ്തുവിന്. എവരിതിങ് ഫോർ ക്രൈസ്റ്റ്. എല്ലാം ക്രിസ്തുവിന് വേണ്ടി. ഹല്ലേലൂയ. അപ്പോസ്തലൻ ഒന്നുകൂടെ ഒന്ന് വിവരിച്ച് കൃത്യമായിട്ടൊന്ന് ഞങ്ങളോട് ഷെയർ ചെയ്യാവോ എന്ന് ചോദിച്ചാൽ, എങ്ങനെയാ അങ്ങയുടെ ഉള്ളിൽ ഈ ആഗ്രഹം, ഈ ഒരു വെളിപ്പാട് അങ്ങ് എങ്ങനെയാ ലഭിച്ചത്? എഫേസ്യ ലേഖനത്തിലേക്ക് വരാം. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 18-ാം വാക്യത്തിൽ, എഫേസ്യ ലേഖനം 1:18 അപ്പോസ്തലന്റെ പ്രാർത്ഥനയിൽ ഒരു ശകലം മാത്രം ഞാൻ എടുക്കുകയാണ്. അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് നാം തിരിച്ചറിയണം. ക്രിസ്തു ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് എന്നോട് ഇടപെട്ട് എന്നെ വിളിച്ചു വേർതിരിച്ചപ്പോൾ, ക്രിസ്തു എന്നെ വിളിച്ചപ്പോൾ, ആ വിളിയിൽ കർത്താവിന് എന്നെ കുറിച്ചുണ്ടായിരുന്ന ഇഷ്ടം എന്തെന്ന് എനിക്കറിയാം. നമുക്കറിയാവോ? നമ്മുടെയൊക്കെ ചിന്ത ശരാശരി എങ്ങനെയെങ്കിലൊക്കെ സ്വർഗത്തിൽ പോണെന്നാണ്. എന്റെ പ്രിയരെ, ദൈവം വിളിച്ച് വേർതിരിച്ച് ദൈവം തെരഞ്ഞെടുത്ത് മാറ്റി നിർത്തിയതാണെങ്കിൽ അങ്ങെത്തിക്കാൻ ദൈവം വിശ്വസ്തനാ. പക്ഷെ അതല്ല കർത്താവിന് നമ്മളെ കുറിച്ചുള്ള ആഗ്രഹം. എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ കൊണ്ടുപോകാനല്ല, സ്വർഗത്തിൽ പോകണ്ടെന്നല്ല, സ്വർഗത്തിൽ പോവാം, അതല്ല. എൻ്റെ ഒരു മിനിമം കാര്യം മാത്രമേ ആവുന്നുള്ളൂ. നാം തിരിച്ചറിയണം. ഈ ഉപവാസ പ്രാർത്ഥന നമ്മളെ അതിനെ സഹായിക്കണം. കർത്താവ് എന്നെ വിളിച്ചു, എനിക്ക് ഒരു യോഗ്യതയില്ലായിരുന്നു, സമയത്താ കർത്താവ് എന്നെ വിളിച്ചത്. എന്നോട് ഇഷ്ടം തോന്നി, എന്നോട് പ്രിയം തോന്നി എന്നെ വിളിച്ചതാ. അങ്ങനെയെങ്കിൽ ആ വിളിയിൽ എന്നെ കുറിച്ചുള്ള കർത്താവിന്റെ ഇഷ്ടം എന്താ ഞാൻ ചോദിക്കണം, ഞാൻ തിരിച്ചറിയണം. ഈ ഉപവാസ പ്രാർത്ഥന അതിന് നമ്മളെ സഹായിക്കണം. 2 പത്രോസിന്റെ ലേഖനം 1:10 വരുമ്പോൾ അത് അല്പം കൂടെ വ്യക്തമാക്കുകയാണ്. 2 പത്രോസ് 1:10 ഇങ്ങനെ വായിക്കുന്നു നമ്മൾ. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിക്കുവിൻ. Paul was so sure about his call and the desire of Christ about Paul. കർത്താവിന് എന്നെ കുറിച്ചുള്ള ആഗ്രഹം എന്തെന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോൾ അപ്പോസ്തലൻ 3:14 പറയുന്നത്, ഒന്ന് ഞാൻ ചെയ്യുന്നു, ആ വിളിയിലേക്ക് കർത്താവിനെ പോലെ ആവണം എനിക്ക്. ഐ വാണ്ട് ടു ബി ലൈക്ക് ഹിം.
എന്നെ വിളിച്ച വിളിയില് എന്നെ കുറിച്ച് കർത്താവിനൊരു ആഗ്രഹമുണ്ട്. ഞാൻ അതിലേക്ക് എത്തിച്ചേരണം. ഞാൻ അതിലേക്കാ ഓടുന്നത്. ഒരു ട്രാൻസ്ലേഷൻ ഈ 3:14 ഇങ്ങനെയാ, ബേസൈഡ് ട്രാൻസ്ലേഷൻ എന്ന് പറയും. അതിന് ഞാൻ എന്താകണമെന്ന് യേശു കർത്താവ് എന്നെ കുറിച്ച് ആഗ്രഹിച്ചോ അതാകാനായി ഞാൻ എനിക്കുള്ളതെല്ലാം അർപ്പിക്കുന്നു. എന്റെ പ്രിയരെ, നമ്മൾ ആരും ഈ ലോകത്തിൽ ആക്സിഡന്റലായി വന്നതല്ല. ഞാൻ കൺവിക്ഷൻസിനെ കുറിച്ച് നേരത്തെ പറഞ്ഞല്ലോ. നമ്മൾ ആരും ആക്സിഡന്റലായി ഭൂമിയിൽ വന്നതല്ല. ദൈവം അയച്ചിട്ടു വന്നതാ. ദൈവം അയച്ചിട്ട് വന്നതാണെങ്കിൽ ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു ആഗ്രഹമുണ്ട്. ആഗ്രഹം എന്തെന്ന്, ആ ആശ എന്തെന്ന് നാം തിരിച്ചറിയണം പ്രിയരെ. അതിൽ നാം എത്തിച്ചേരണം. കഴിഞ്ഞ കാലങ്ങളില് പല ജയപരാജയങ്ങളൊക്കെ ഉണ്ടായിരുന്നായിരിക്കാം. അതെല്ലാം മറന്നിരുന്നു പ്രിയരെ. ഈ ഉപവാസത്തില് ഈ 2024 മാർച്ച് മാസം 23-ാം തീയതി രാത്രിയിൽ നാം ആയിരിക്കുമ്പോൾ ഈ ഉപവാസ ദിവസത്തില് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസിനെ പോലെ ആ ലാക്കിലേക്ക് ഓടുവാൻ നമുക്ക് തീരുമാനിക്കാം. എവറിതിങ് ഫോർ ക്രൈസ്റ്റ്, എല്ലാം ക്രിസ്തുവിനായിട്ട്. ഹല്ലേലൂയ. എവറിതിങ് ഫോർ ക്രൈസ്റ്റ്. നമ്മൾ ഈ വചനത്തിൽ എടുത്തു നോക്കുമ്പോൾ ജയം പരാജയം വന്ന വ്യക്തി ജീവിതങ്ങളുണ്ട്. ജയിച്ച വ്യക്തി ജീവിതങ്ങൾക്കെല്ലാം വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു അവരുടെ ജീവിതത്തിൽ. നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, നമുക്കും നമ്മെ വിളിച്ചപ്പോൾ ഒരു ലക്ഷ്യമുണ്ട്, പക്ഷെ ആ ലക്ഷ്യത്തിൽ എത്താനായിട്ട് നമുക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത് പിശാചാണല്ലേ. പിശാച് നമ്മളിലെ പാപം വ്യാപരിപ്പിച്ചാണ് വഴിതെറ്റിക്കുന്നത്. അതുകൊണ്ടാണല്ലോ പാപത്തിന്റെ ഒരു ഡെഫിനിഷൻ മിസ്സിംഗ് ദ മാർക്ക്, ലക്ഷ്യം തെറ്റിക്കുക. അതിന് പാപത്തിന് അങ്ങനെയും ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്. ലക്ഷ്യം തെറ്റിക്കുക, ഫോക്കസ് മാറ്റിക്കളയുക, അല്ലെങ്കിൽ ലക്ഷ്യത്തെക്കുറിച്ച് സംശയം ഉണ്ടാക്കുക. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-20 പറയുന്നുണ്ട്, 2 തോണിയിൽ നിങ്ങൾ കാൽ വയ്ക്കരുത്, അല്ലേ? നമ്മുടെ കർത്താവിന്റെ ജീവിതത്തിലോട്ട് നോക്കിയാൽ കർത്താവിന് വ്യക്തമായ ലക്ഷ്യം. താൻ എന്തിനായി ഭൂമിയിലേക്ക് വന്നതല്ലേ? താൻ വന്നിരിക്കുന്നത് ഒന്ന കാര്യത്തിനായിട്ടാണെന്ന്. ഇതിനായിട്ടല്ലോ എന്ന് പല പ്രാവശ്യം നമ്മൾ പല സുവിശേഷങ്ങളിലും നാം വായിക്കുന്നുണ്ട്. ഇതിനായിട്ടല്ലോ ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ പ്രിയരെ, ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഒരേ ഒരു കാര്യം, നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത് He wants us to be like Christ. എൻ്റെ ചിന്തകളിൽ ഞാൻ കർത്താവിനെ പോലെ ആവണം. എൻ്റെ പ്രവർത്തികളിൽ, എൻ്റെ സംസാരത്തിൽ, എൻ്റെ നടപ്പിൽ, എൻ്റെ ഇരുപ്പിൽ, സകലത്തിലും one like him. മാർത്തയോട് കർത്താവ് എന്നാ പറഞ്ഞ? ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 41-42 വാക്യങ്ങളില്, 10-ാം അധ്യായത്തിന്റെ 41-42 വാക്യം നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് അവളോട്, മാർത്തേ മാർത്തേ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു. പലതിനെ ചൊല്ലിയും വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കേണ്ട, അല്പമേ വേണ്ടൂ. നോ, അല്പം പോലും വേണ്ട, ഒന്ന് മതി. അങ്ങനെയല്ലേ? അല്പമേ വേണ്ടൂ, അല്ല ഒന്ന് മതി. This one thing I do. മറിയ നല്ല അംശം തെരഞ്ഞെടുത്തു. എന്റെ പ്രിയരെ, നമ്മെ കുറിച്ചും കർത്താവ് ആഗ്രഹിക്കുന്ന this one thing you do. എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും, എല്ലാ കാര്യങ്ങളും, ആത്മീകമായിക്കോട്ടെ ഭൗതികമായിക്കോട്ടെ, just this one thing. ക്രിസ്തു എന്നിൽ മഹത്വപ്പെടണം, ക്രിസ്തു എന്നിൽ വെളിപ്പെടണം. നമുക്ക് ഇന്ന് കൂട്ടായ്മയിലായിരിക്കുമ്പോൾ ഇന്ന്
ഈ ഉപവാസ പ്രാർത്ഥനയിൽ ആയിരിക്കുമ്പോൾ നമുക്കൊരു തീരുമാനം എടുക്കാവേ. ജീവിച്ചാലും മരിച്ചാലും അവനെ പ്രസാദിപ്പിക്കണം. ജീവിച്ചാലും മരിച്ചാലും അവനെ പ്രസാദിപ്പിക്കണം. ഹല്ലേലൂയ. പൗലോസേ, അങ്ങ് എന്തിനാ കഷ്ടതയേറ്റത്? കല്ലേറ്, ചാട്ടയാറുള്ള അടി, അല്ലേ? എത്രയോ പ്രാവശ്യം മരണത്തിന്റെ മുഖത്തെത്തിയ അപ്പോസ്തലൻ. എന്തിനാ? ഫോർ ക്രൈസ്റ്റ്, ക്രിസ്തുവിനാ. പൗലോസിന്റെ ആഗ്രഹം എന്താ? ദാറ്റ് ഐ മേ ബി ലൈക്ക് ഹിം. ഹല്ലേലൂയ. എങ്ങനെയെങ്കിലും, ഹല്ലേലൂയ. എൻ്റെ പ്രിയരെ, ചെറിയ ചെറിയ ആഗ്രഹങ്ങൾക്കും നൈമിഷികമായിട്ടുള്ള ഇഷ്ടങ്ങൾക്കും വേണ്ടി ഈ മാണിക്യത്തെ വിട്ടുകളയരുതേ. പണ്ടൊരിക്കല് ഒരു യാത്രക്കാരൻ ഒരു കഴുതയുമായിട്ട് യാത്ര പോവുകയായിരുന്നു. യാത്ര ചെയ്ത് കുറേ കഴിഞ്ഞങ്ങ് ചെന്നപ്പോൾ ഒരു വിജനമായ പ്രദേശത്ത് വഴിയിൽ കൂടെ നടന്നു പോകുമ്പോൾ ഈ യാത്രക്കാരന്റെ കാലയിൽ ഒരു വലിയ കല്ല് തട്ടി കാല് നന്നായി വേദനിച്ചു. താന് കുനിഞ്ഞ് കാല് നോക്കിയപ്പോൾ തൻ്റെ കാല് തട്ടിയ കല്ല് കണ്ടു. നല്ല തിളക്കമുള്ള കല്ല്. അല്പം വേദനിച്ചെങ്കിലും ആ യാത്രക്കാരൻ ആ കല്ലെടുത്തിട്ട് ഒരു കയറിന്മേൽ കെട്ടി ഈ കഴുതയുടെ കഴുത്തെ കെട്ടി. ഹല്ലേലൂയ. തുടർന്ന് മുൻപോട്ട് യാത്രയായി. കുറച്ച് നടന്ന് ക്ഷീണിച്ചപ്പോൾ വിശ്രമിപ്പാൻ ഒരു സ്ഥലത്ത് കയറി, ആഹാരം കഴിപ്പാനുമായിട്ട്. അവിടെ ഇരുന്ന് ആഹാരം കഴിച്ച് വിശ്രമിച്ചു കൊണ്ടിരുന്നപ്പോൾ ആ കടയിലിരുന്ന ഒരു വ്യക്തി ഈ കഴുതയെ കണ്ട് കഴുതയുടെ കഴുത്തെ കിടക്കുന്ന കല്ല് കണ്ടിട്ട് ചോദിച്ചു, നല്ല തിളക്കമുള്ള കല്ലാണല്ലോ, ഞാൻ 100 രൂപ തരാം, എനിക്ക് ഈ കല്ലിങ്ങ് തന്നേക്കാവോ എന്ന്. ഈ യാത്രക്കാരൻ പറഞ്ഞു, 100 രൂപയ്ക്ക് ഞാനത് തരത്തില്ല, അല്പം കൂടെ കൂട്ടിത്തരണം. എന്നാൽ ആ കടയിലിരുന്ന വ്യക്തി കൂട്ടിക്കൊടുക്കാൻ തയ്യാറായില്ല. യാത്രക്കാരൻ ആഹാരം കഴിച്ച് വിശ്രമിച്ചിട്ട് കഴുതയുമായിട്ട് യാത്ര തുടർന്നു. കുറച്ചു ദൂരം മുൻപോട്ട് നടന്ന് യാത്ര ചെയ്തു. അവിടെ കടയിലിരുന്ന വ്യക്തി ഈ യാത്രക്കാരന്റെ പിറകെ അല്പദൂരം വിട്ട് പിൻചെന്നു. കുറെ ദൂരം കഴിഞ്ഞപ്പോൾ ആ യാത്രക്കാരന്റെ എതിരെ ഒരു വ്യക്തി നടന്നു വന്നു. ആ വ്യക്തി ഒരു രത്ന വ്യാപാരിയായിരുന്നേ. ആ വ്യക്തി ഈ കഴുതയെ കണ്ട് കഴുതയുടെ കഴുത്തി കിടക്കുന്ന കല്ലും കണ്ടിട്ട് പറഞ്ഞു, നല്ല തിളക്കമുള്ള കല്ല്, ഞാൻ 200 രൂപ തരാം, എനിക്ക് ഈ കല്ലിങ്ങ് തന്നേക്കാവോ? യാത്രക്കാരൻ മറ്റേ പുള്ളി 100 അല്ലേ പറഞ്ഞു, ഇവൻ 200 പറഞ്ഞല്ലോ, അങ്കി അങ്ങ് കൊടുത്തേക്കാന്ന് വെച്ച് കല്ല് ഊരി അവന് കൊടുത്തു. ആ വ്യക്തി അത് വാങ്ങിച്ചു പോയി. അവൻ പോയ ശേഷം പിറകെ നിന്നവൻ ഓടി ഇവന്റെ അടുക്ക വന്നിട്ട് ചോദിച്ചു, നീ എന്നാ മണ്ടനാടാ, ഇത് ലക്ഷങ്ങൾ വില വരുന്ന കല്ലല്ലേ, വെറും 200 രൂപയ്ക്ക് നീ വിറ്റ് കളഞ്ഞല്ലോ. യാത്രക്കാരൻ പതുക്കെ ഒന്ന് നിന്നിട്ട് ഇവനോട് തിരിച്ചു ചോദിച്ചു, എനിക്ക് ഇതിന്റെ വില അറിയില്ല, ഇതിന്റെ വാല്യൂ അറിയില്ല. നീ എന്നോട് 100 പറഞ്ഞു, ഇവൻ 200 പറഞ്ഞപ്പോൾ ഇത് ബെറ്റർ എന്ന് തോന്നി ഞാൻ കൊടുത്തു. എന്നാൽ എന്നേക്കാളും മരമണ്ട നീയല്ലേ, ഇതിന്റെ വാല്യൂ അറിയാമായിരുന്നു നീ ചെറിയ ഒരു ലാഭത്തിന് വേണ്ടി നഷ്ടപ്പെടുത്തി കളഞ്ഞില്ലേ. എന്റെ പ്രിയരെ, നമുക്ക് ലഭിച്ച ഈ രക്ഷ എന്ന് പറയുന്നത് എത്രയോ വിലപിടിപ്പുള്ളതാ. ഇതൊരു കാരണവശാലും നമുക്ക് നൈമിഷികമായ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നഷ്ടപ്പെടുത്തി കളയരുതേ, കളയരുതേ, കളയരുതേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യഹോവയെ കണ്ടെത്താവുന്ന കാലത്ത് കണ്ടെത്തിക്കോണം, പിന്നെ നോക്കിയാ നടക്കത്തില്ല കേട്ടോ. ഈ കൊറോണ വന്നപ്പോ നമ്മൾ വിചാരിച്ച എല്ലാവരും ഇപ്പൊ രക്ഷിക്കപ്പെടുന്നു. നോ, ഇത് ദൈവത്തിന്റെ കൃപയാ. ഇത് കിട്ടിയവരെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുക. ഇത് മാണിക്യം പോലെ സൂക്ഷിച്ചോണേ. ദുഷ്ടനോ പിശാചോ ആരും നമ്മെ വിരുദ്ധ തെറ്റിച്ചു കളയുവാൻ നാം സമ്മതിക്കരുതേ. ഹല്ലേലൂയ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ നാം ആയിരിക്കുമ്പോൾ ഞാൻ എന്റെ വാക്കിൽ അവസാനിപ്പിക്കുക. തുടർന്നുള്ള ദിവസങ്ങളിൽ നാം സ്വയം വിചിന്തനം ചെയ്തോണം. കർത്താവേ, ക്രിസ്തുവാണോ എൻ്റെ ആ ഗോൾ? ക്രിസ്തുവാണോ എൻ്റെ ജീവിതത്തിലെ പ്രവർത്തനങ്ങളിൽ വ്യാപരിക്കുന്ന പ്രചോദനം? ക്രിസ്തുവിനെ പോലെ ആവാനായിട്ടാണോ ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്? അങ്ങനെയെങ്കിൽ
നാം കറക്റ്റ് ട്രാക്കില്ല. അല്ലെങ്കിൽ ബെറ്റർ സിറ്റ് ബാക്ക് ആൻഡ് കോണ്ടംപ്ലേറ്റ്. ദൈവം നമ്മളെ ഈ വചനങ്ങളാൽ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.